അതിഭീകരമായ ഒരു എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിനകത്ത് ഒരു നുവാൻസിന്റെ ആവശ്യമില്ല. നമ്മൾ റിപ്പോർട്ടേഴ്സിന്റെ ആവശ്യം എന്താണ്? നമുക്ക് ഗവൺമെന്റിന്റെ പ്രോപ്പഗൻഡ പിന്നായാൽ പോരെ. മാധ്യമ പ്രവർത്തനം അല്ലെങ്കിൽ ജേർണലിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ ശബ്ദമാവുക എന്നാണ് പറയുന്നത്. ജനങ്ങളുടെ വോയിസ് എന്ന് പറഞ്ഞാൽ ഏത് ജനത്തിന്റെ വോയിസ് കൊടുക്കാൻ അതിനോട് ഞാൻ യോജിക്കുന്നില്ല. 2019 മുതൽ BJP വരച്ചിരുന്ന ആ ഒരു സാഫ്രോൺ മഷി പലയിടത്തു നിന്നും മാഞ്ഞു പോകുന്നതായിട്ട് നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. In world history, it's a very unique moment that the people punishing a regime with such a clear mandate. Oppositionന്റെ 10 സീറ്റ് കൂടി അല്ലെങ്കിൽ വോട്ട് ശതമാനം BJPയുടെ 2% കുറഞ്ഞു, അത് പോരാ. You don't have to be in power. You don't have to win an election to oppose injustice. സംഘപരിവാർ പറയുന്നു മതചിഹ്നങ്ങളൊന്നും സ്കൂളിലേക്ക് കടത്താൻ പാടില്ലെന്ന്. പക്ഷെ ക്ലിയർ ആയി തന്നെ ഗുജറാത്തിലും മറ്റിടങ്ങളിലുമൊക്കെ ഭഗവത്ഗീത കുട്ടികളുടെ സ്കൂൾ സിലബസിൽ ഉൾപ്പെടുത്തുകയാണ്. All this shows is we need a Mahatma Gandhi again. I think Congress should become an NGO. Then suddenly you will think that Rahul Gandhi will become a good leader. Because Rahul Gandhi's problem is election ജയിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഇതാണ്. കേരളത്തിൽ തന്നെ വലിയ രീതിയിൽ സമരങ്ങൾ കേരളത്തിനെതിരെ ഉണ്ടാകുന്നു. കേരളത്തിൽ നന്ദിഗ്രാം ആവർത്തിക്കപ്പെടുമെന്ന് തോന്നുന്നുണ്ട്. പലരും നമ്മൾ CPM ഇടത് അനുഭാവികൾ എന്ന് കരുതപ്പെടുന്ന പലരും ഈ കേരളത്തിനെതിരെ സംസാരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ പീപ്പിൾ ഹാവ് ഡൗട്ട്സ്. ഇടത് ആശയങ്ങൾ ഇനിയോട് കേരളത്തിൽ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിനൊക്കെ ലെഫ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും കേരളത്തിൽ സംഘപരിവാരം റെസിസ്റ്റ് ചെയ്യാൻ കഴിയുന്നുള്ളത്. നമസ്കാരം. ഡൂൾ ടോക്കിൽ നിന്ന് നമ്മോടൊപ്പം ഉള്ളത് ടെലിഗ്രാഫിൻ്റെ എഡിറ്റർ മാധ്യമപ്രവർത്തകൻ രാജഗോപാലാണ്. സ്വാഗതം. നമസ്കാരം. ആദ്യമായി തന്നെ എല്ലാവരും താങ്കളോട് എല്ലാ ഇൻ്റർവ്യൂവിലും ചോദിക്കുന്ന ക്ലീഷേ ചോദ്യം തന്നെയാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. അതായത് ടെലഗ്രാഫ് എന്ന പത്രത്തിൻ്റെ വളരെ ഒപ്പീനിയനേറ്റഡ് ആയിട്ടുള്ള ഹെഡിങ്ങുകളും കണ്ടൻറ്റും ഇപ്പോൾ സൂക്ഷ്മമായ രീതിയിൽ വലതുപക്ഷത്തെ വിമർശിക്കുന്ന, സംഘപരിവാറിനെ വിമർശിക്കുന്ന ഇത്തരം കണ്ടന്റുകൾ നമുക്കറിയാം. മാധ്യമപ്രവർത്തനം എന്ന് പറയുമ്പോൾ പൊതുവെ മാധ്യമപ്രവർത്തകർ ഒരിക്കലും എപ്പോഴും നിഷ്പക്ഷരായിരിക്കണം, അതാണ് മാധ്യമധർമ്മം എന്നാണ് എല്ലാവരും പറയുന്ന ഒരു ഒപ്പീനിയൻ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ, ഇത്തരത്തിലൊരു ഫാസിസ്റ്റ് ഭരണകൂടം വളർന്നു വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ അത്തരത്തിൽ നിഷ്പക്ഷമായ വാർത്തകൾ കൊടുക്കുന്ന അല്ലെങ്കിൽ നിഷ്പക്ഷമായ ഒരു എഡിറ്റോറിയലുള്ള ഒരു മാധ്യമ സ്ഥാപനം എത്തരത്തിലാണ് സാധാരണക്കാർക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഫലപ്രദമായി മാറുക? നിഷ്പക്ഷം എന്ന് ഉദ്ദേശിക്കുന്ന അത് ഇറ്റ്സ് വെരി വളരെ ബുദ്ധിമുട്ടുള്ളൊരു വാക്കാണ് നിഷ്പക്ഷത എന്ന് പറഞ്ഞാൽ. എന്താ നിഷ്പക്ഷത എന്ന് പറഞ്ഞാൽ? നമ്മൾ ഒരു പ്രത്യേക പാർട്ടിയോ ഒരു പ്രത്യേക വ്യക്തിയോ പക്ഷം പിടിച്ച് പറയുകയാണ്, അല്ലെങ്കിൽ ഒരു വാർത്ത ഒരു സംഭവം ഉണ്ടാകുമ്പോൾ തെറ്റാണോ ശരിയാണോ എന്ന് പറയുന്നത്. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പം ടെലിഗ്രാഫ് എന്ന പത്രവും, ടെലിഗ്രാഫ് മാത്രമല്ല മറ്റു പല പത്രങ്ങളും, ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ ഒരാളെ തല്ലി കൊല്ലുന്നു അല്ലെങ്കിൽ ഒരു മനുഷ്യനെ, അപ്പോൾ അതിലെന്താണ് നിഷ്പക്ഷത ഉള്ളത്? അതിൽ ഒരു സ്റ്റാൻഡേ ഉള്ളൂ, അല്ലെങ്കിൽ രണ്ട് ഉത്തരമില്ലല്ലോ. അല്ല ഒരു കറപ്ഷൻ ചാർജോ അങ്ങനെ ഉള്ളതെങ്കിൽ ചിലപ്പോൾ അതിന് രണ്ട് വശങ്ങളുണ്ടാകാം. അതിൻ്റെ പൂർണ്ണമായ നമുക്ക് അറിവ് കിട്ടിയിട്ടില്ല എന്താണ് സംഭവിച്ചതെന്നുള്ളത്, ശരി കറപ്ഷൻ. അപ്പോൾ അങ്ങനെയുള്ള സംഭവം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഒരു പറഞ്ഞ പോലെ നിഷ്പക്ഷ അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ഇല്ലാതെ, ലാക്ക് ഓഫ് ക്ലാരിറ്റി ഉള്ളത് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു നുവാൻസ്ഡ് സ്റ്റാൻഡ് എടുക്കാം എന്ന് പറയും. പക്ഷേ ഇങ്ങനെ ഒരു അതിഭീകരമായ ഒരു എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിനകത്ത് ഒരു നുവാൻസിൻ്റെ ആവശ്യമില്ല എന്നാണ്. അതിൽ നമ്മൾ റിപ്പോർട്ടേഴ്സിൻ്റെ ആവശ്യം എന്താണ്? നമുക്ക് ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പഗൻഡ പിന്നായാൽ പോരെ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നിഷ്പക്ഷത എന്ന് പറയുന്നത് ന്യൂട്രാലിറ്റി അല്ലെങ്കിൽ ന്യൂട്രൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വേർഡ് ഫെയർ. ഒരു ന്യൂസ് പേപ്പർ ഫെയർ ആണോ എന്ന്. അപ്പോൾ ഫെയർ എന്നുള്ളൊരു ഫെയർനെസ് എന്ന് പറഞ്ഞ യാർഡ് സ്റ്റിക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ പല പത്രങ്ങളും നമ്മൾ ഫെയർ ആണെന്ന് അവർക്കൊരു സ്റ്റാൻഡ് ഉണ്ടായിരിക്കാം. അവർക്കൊരു വളരെ വളരെ കൃത്യമായൊരു വീക്ഷണം, ഇങ്ങനെ ആയിരിക്കണം സംഭവിക്കുന്നത്. അതൊരു ഫെയർനെസ് ഉള്ള അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു BJP ക്രിട്ടിസൈസ് ചെയ്യുന്ന ഹെഡ്ലൈനിലാണ് പുള്ളി, കണ്ടന്റിൽ അങ്ങനെ ചെയ്യാറില്ല. കണ്ടന്റും ഞങ്ങൾ സാധാരണ ഉള്ള റിപ്പോർട്ടിങ് തന്നെയാണ്. അപ്പോൾ അതിനകത്ത് നമ്മളെപ്പോഴും BJPക്കും അല്ലെങ്കിൽ ഞങ്ങൾ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ സൈഡ് പറയാൻ, അവരുടെ വശം പറയാനുള്ള ചാൻസ് കൊടുക്കാറുണ്ട്. പക്ഷേ പലപ്പോഴും അവരത് സ്വീകരിക്കുക. BJP ഞങ്ങളുടെ പലപ്പോഴും സംസാരിക്കാൻ ഒരു വിമുഖത. പല BJP നേതാക്കളും പറയുന്നത് അവർക്ക് സംസാരിക്കാൻ താല്പര്യമുണ്ട്, പക്ഷേ അവരത് ഞങ്ങളോട് സംസാരിച്ചാൽ അവരത് എങ്ങനെ നേതൃനിര അവരെ എങ്ങനെ നേരിടും എന്നുള്ളവർക്ക് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ ബഹുമാനിക്കുന്നു. പക്ഷേ ഞങ്ങളെല്ലാം എപ്പോഴും പറയാറുണ്ട്, ഞങ്ങൾ എന്തെഴുതിയാലും അതിനെതിരെ അവർക്ക് BJPക്കോ അല്ലെങ്കിൽ BJPയുടെ വ്യക്തികൾ പ്രതികരിക്കണം. അത് അന്ന് തന്നെ വേണമെന്നില്ല, പിന്നെ പ്രതികരിക്കണമെങ്കിൽ ഞങ്ങൾ പബ്ലിഷ് ചെയ്യും.
ചിലപ്പോൾ ചിലർ റീജോയിൻറ്റേഴ്സ് ആർട്ടിക്കിൾസിന് എഴുതാറുണ്ട്, അതും പബ്ലിഷ് ചെയ്യും. അതിന് ഞങ്ങളുടെ ഇതെല്ലാം, പക്ഷേ ഇതൊന്നും ഞങ്ങൾ ചെയ്യുന്ന ഒരു പ്രത്യേകത, ഇത് മാധ്യമധർമ്മത്തിൻ്റെ ഭാഗമാണ്. ഞങ്ങൾ ഒരാളെ ക്രിറ്റിസൈസ് ചെയ്യണമെങ്കിൽ അവർക്കും നമ്മളെ ക്രിറ്റിസൈസ് ചെയ്യാനുള്ള അവസരം കൊടുക്കുക, നമ്മൾ കൊടുക്കാറുണ്ട്. കൊടുക്കാറുള്ള തെറ്റാണ്. ആ ഒരു റൈറ്റ് നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ളത്. കാരണം മാധ്യമ പ്രവർത്തനം അല്ലെങ്കിൽ ജേർണലിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ ശബ്ദമാവുക എന്നാണ് പറയുന്നത്. ഈ ശബ്ദം ഉയർത്തിയതിൻ്റെ പേരിൽ തന്നെ ധാരാളം മാധ്യമപ്രവർത്തകർ രാജ്യത്ത് ആക്രമിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകുന്നുണ്ട്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ടെലിഗ്രാഫിൻ്റെ ആണെങ്കിലും മറ്റേത് പത്രങ്ങളുടെ ആണെങ്കിലും ന്യൂട്രൽ അല്ലാത്ത സ്റ്റാൻഡ് എടുക്കുമ്പോൾ പല വിഷയങ്ങളിലും, ഇപ്പോൾ ഹിജാബ് ബാൻ ഉൾപ്പെടെയുള്ള പല വിഷയങ്ങളിലും ന്യൂട്രൽ അല്ലാത്തൊരു സ്റ്റാൻഡ് എടുത്ത് കൃത്യമായ നിലപാട് പറയുമ്പോൾ അത് ഡേഞ്ചറസ് ആയി മാറുന്നുണ്ടോ? ഞങ്ങളിപ്പം ഞങ്ങൾ ചെയ്യുന്ന ജേർണലിസം ബംഗാൾ എന്ന് പറഞ്ഞൊരു സംസ്ഥാനത്തിന് ആ സുരക്ഷത്തിൽ, ആ സെക്യൂരിറ്റി ഉണ്ട്. അവിടെ BJP അല്ല ഭരണം. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇത് ചെയ്യുന്നതെന്നുള്ളൊരു വളരെ വലിയൊരു ഹ്യൂജ്ലി ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ ഞാനൊരു ഉത്തർപ്രദേശിലോ അല്ലെങ്കിൽ ഒരു ഡൽഹിയിലോ ആണോ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ഉറപ്പില്ല. കാര്യം ഒരു പ്രശ്നം എനിക്കിപ്പം പുറത്തിരുന്ന് വീമ്പിളക്കാൻ പറ്റും, പക്ഷേ നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴേ അറിയുള്ളൂ നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഉത്തർപ്രദേശിലായിരുന്നെങ്കിൽ ഇങ്ങനെയാണോ എന്നെനിക്കറിയാം, അതിനുള്ള ധൈര്യം ഉണ്ടാകുമായിരുന്നു എന്നെനിക്ക് തീർച്ചയില്ല. പിന്നെ താങ്കൾ പറഞ്ഞൊരു കാര്യം, ഈ ജനങ്ങളുടെ വോയിസ് എന്ന് പറഞ്ഞാൽ ഏത് ജനത്തിൻ്റെ വോയിസ് കൊടുക്കാൻ അതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത് നിന്ന് അവർ പറയുന്ന കാര്യം ശരിയല്ലെങ്കിൽ ആ വോയിസ് റിഫ്ലക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. മാത്രം പലപ്പോഴും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഞാൻ. അതായത് ഒരു മനഃപൂർവ്വം ഒരു വർഗീയ വിഷം കുത്തിവയ്ക്കുന്ന തരത്തിലുള്ള ഒരു വോയിസ് ആണെങ്കിൽ ആ വോയിസ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ്, കൊടുക്കാൻ പാടില്ല എന്നാണ് എൻ്റെ നിലപാട്. വേറെ അപ്പം ന്യൂട്രാലിറ്റിയുടെ പേരിൽ ഒരുത്തൻ പറയുന്ന എന്ത് അബദ്ധവും നമ്മൾ തിരിച്ചത് മെഗാഫോൺ വെച്ച് ആംപ്ലിഫൈ ചെയ്യുന്നുള്ള അല്ല മീഡിയയുടെ ജോലി. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഉത്തർപ്രദേശ്, ഡൽഹി ഇത്തരത്തിലുള്ള സംസ്ഥാനം, ഗുജറാത്ത് പോലെയുള്ള സ്ഥലങ്ങളിൽ ഇരുന്ന് ഈ തരത്തിൽ ശബ്ദമുയർത്തുന്നതിൽ ഒരുപാട് പരിമിതികളുണ്ടെന്ന് പറയുന്ന അവസ്ഥ. പക്ഷെ അപ്പോഴും ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ 57 സീറ്റ് മുന്നത്തേക്കാൾ അപേക്ഷിച്ച് BJPക്ക് കുറവാണ് ലഭിച്ചിരിക്കുന്നത്. അവിടെ തന്നെ 125 സീറ്റുകളുമായിട്ട് അഖിലേഷ് യാദവിൻ്റെ സമാജ്വാദി പാർട്ടി ശക്തമായൊരു പ്രതിപക്ഷമായി തന്നെ വരുന്നുണ്ട്. അതുപോലെ തന്നെ പഞ്ചാബിലും 2 സീറ്റാണ് തലകുത്തി മറിഞ്ഞിട്ടും BJPക്ക് അവിടെ നേടാൻ സാധിച്ചത്. അപ്പോൾ തന്നെ അവിടെ ആം ആദ്മി പാർട്ടി വരുന്നു. ഗോവയിൽ 20 സീറ്റ് നേടിയെടുത്തെല്ലാം തന്നെ വളരെ കുറഞ്ഞ ഭൂരിപക്ഷത്തിനാണ് BJP അധികാരത്തിൽ വന്നിട്ടുള്ളത്. ഇപ്പോൾ 2019 കണക്കുകളുമായിട്ട് ഇതിനെ പരിശോധിക്കുമ്പോൾ 2019 മുതൽ BJP വരച്ചിരുന്ന ആ ഒരു സാഫ്രോൺ മഷി പലയിടത്തു നിന്നും മാഞ്ഞു പോകുന്നതായിട്ട് നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. 2022 ഇത് ഫാസിസ്റ്റ് ഭരണകൂടത്തിൻ്റെ ആ ഒരു കാര്യം താഴ്ന്നു വരുന്നതിൻ്റെ ഒരു സൂചനയാണോ ഈ കണക്കുകളെല്ലാം രേഖപ്പെടുത്തുന്നത്? അൺഫോർച്ചുനേറ്റ്ലി ഐ ഡോണ്ട് എഗ്രി വിത്ത് ദാറ്റ്. എനിക്ക് തോന്നുന്നില്ല കുറയുന്നുള്ളതെന്നുള്ള കാര്യം. കാര്യം ഇത് ഈ കണക്ക് ഇങ്ങനെ ഞാനിതിന് വളരെ വിശദമായിട്ട് അതിന് പോയിട്ടല്ല സംസാരിക്കുന്നത്, ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. കാര്യം ഞാനൊരു കാര്യം പറയാം. എമർജൻസി 1975 to 77, mid-77 1.5 വർഷം രാജ്യം വളരെ ജനങ്ങളെ ഒരുപാട് കഷ്ടപ്പെടുത്തി. അതിനുശേഷം ഉണ്ടായ ഇലക്ഷനിൽ there was a very clear verdict. I think that was the finest moment in Indian democracy. Indira Gandhi lost the election. She should have lost. And the Kerala voted against, but still, I'm saying as India, it was a in world history, it's a very unique moment that the people punishing a regime with such a clear mandate. അത് വെച്ച് നോക്കുമ്പം ഈ ഇങ്ങനെയുള്ള that is not enough. It should have been a very clear verdict. I think Uttar Pradesh, the electorate failed badly everywhere. Wherever, say 2014 നമുക്ക് at least give them people a benefit of doubt എന്നുള്ള കാര്യം നമുക്ക് നമ്മുടെ ആളുകൾ കൊടുക്കാം. അതായത് some people thought that, or at least they claimed, they believed in that mask, അതായത് ഇത് സെറ്റ് ഫോർ ഡെവലപ്മെൻറ്റ്, അതിനുവേണ്ടി നമ്മൾ വോട്ട് ചെയ്തു 2014. ബട്ട് 2019 നമുക്ക് എന്ത് ഡെവലപ്മെൻറ്റ് വോട്ട് ചെയ്തു? അതായത് ഇപ്പം 2022 എന്നിട്ട് ഇറ്റ് വാസ് എ പ്യൂർലി കമ്മ്യൂണൽ വോട്ട്. യാതൊരു സംശയമില്ല, ഇറ്റ് വാസ് എ കമ്മ്യൂണൽ വോട്ട്. ആൻഡ് ദാറ്റ് ഡസൻറ്റ് ഗീവ് എനി ഹോപ്പ്. പക്ഷേ ഒരു ഹോപ്പ് ഇതിനകത്ത് വരുന്നത് ഇപ്പം നമ്മുടെ ഫാമേഴ്സ് സ്ട്രൈക്ക്. അപ്പോൾ ഇത് eventually what it shows is you don't have to be in power, you don't have to win an election to oppose injustice, to resist. കാരണം ഫാമേഴ്സ് യാതൊരു ഇലക്ഷൻ ജയിച്ചിട്ടല്ല, അവർ വീണ്ടും ഈ ഇലക്ഷൻ നടന്നപ്പം വാട്ട് ഇറ്റ് പ്രൂവ്ഡ് ഇസ് ദാറ്റ് അവർക്ക് ഇലക്ടറലി ദേ ആർ നോട്ട് എ പവർഫുൾ ഫോഴ്സ് എന്നുള്ളത്. അപ്പം അങ്ങനെ ആകണമെന്നില്ല. നമ്മൾ ഒരു ഡെമോക്രസിയിൽ യു ഡോണ്ട് ഹാവ് ടു വിൻ ഇലക്ഷൻ ടു ബി എ കറക്റ്റീവ് ഫോഴ്സ്. അല്ലെങ്കിൽ കാര്യം ബട്ട് അവർ നരേന്ദ്രമോദി ഡിഫീറ്റ് ചെയ്തെന്നുള്ള യാതൊരു സംശയമില്ല. ഫാമേഴ്സ് ഒരു കുത്തിയിരുന്ന് തോൽപ്പിച്ചു. That is what every opposition, they should not concentrate on winning election. കാര്യം ഈ 40% വരുന്ന നമ്മുടെ
electorate, Indian electorate, if they have decided that we will vote only communally, then it's very difficult to defeat them. There's no point trying to convince them. The point is, you resist otherwise. Democracy, every single day, election every single day, that is what farmers that is a lesson, big lesson from the farmers movement. CA movement. They have not been able to implement it till now. They may be emboldened by the EU verdict and do it, but what we have to give it to the CA movement is the government wasn't able to implement it. The resistance succeeded. But every single day there has to be this kind of resistance against injustice. If Siddhi Karpin is in jail, the resistance of Kerala Union of Working Journalists, it should have been the Kerala government should have taken it up, CPM should have taken it up, Congress should have taken it up. Nobody did that. Maybe they did, I don't know, maybe I'm not aware of it. Privately, publicly, nobody took there was no movement against. If Umar Khalid, he's in jail. What is the justification? One of the very brilliant and bright student. He's been, not student, he's become a scholar now. But we have just put him in the jail and thrown the key away. There has to be every single day we have to resist and eventually if you cannot win election, no party, no public comes into public life election that is their primary concern. All of us know that. So either they have been cheating us or they don't mean what they say. If they are not, they should rename the party Congress Election Party, Communist Election Party of India. That is not the name, is something else. That means independent election, they should be able to function every time. Because power, power politics, there is much far beyond that. So I think we should focus on that. Everybody, every individual, every party, they should focus on resisting this government's wrong policies. Unfortunately, that's not happening. When election comes, everybody wake up. After the election, they go back to sleep. They look for this kind of straws, that 2% vote Koranyu, BJP, it's very good. It doesn't happen like that. You have to resist. That resistance, I don't see this. This resistance, hijab വിഷയത്തിലേക്കൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും വളരെ രൂക്ഷമായ രീതിയിൽ തന്നെ ന്യൂനപക്ഷത്തെ അടിച്ചമർത്തുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഹിജാബ് ബാനുമായിട്ട് സംബന്ധിച്ച് വന്നിട്ടുള്ളത്. സംഘപരിവാർ പറയുന്നു മതചിഹ്നങ്ങളൊന്നും സ്കൂളിലേക്ക് കടത്താൻ പാടില്ലെന്ന്. പക്ഷേ ക്ലിയർ ആയി തന്നെ ഗുജറാത്തിലും മറ്റിടങ്ങളിലുമൊക്കെ ഭഗവത്ഗീത കുട്ടികളുടെ സ്കൂൾ സിലബസിൽ ഉൾപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ പറയുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളൊന്നും മറ്റു പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഹിജാബ് വിഷയത്തിൽ വരുന്നില്ലെന്ന് തോന്നുന്നില്ല. തീർച്ചയായിട്ടും അത് ഇതിനകത്ത് നമ്മൾ പറ്റുന്ന ഈ ഹിജാബ് പോലെ വിഷയം അതിനകത്ത് I personally think that the court should not have got into it, whether it is part of Islam or that is. I don't think it is not a secular administration's or judiciary's. It is not their role, but I think the petitions also made a mistake. They asked the court to decide also. I think I don't know the details, but കുട്ടികളുടെ ഹിജാബ് ധരിക്കാനുള്ള അവകാശത്തെ കുറിച്ച് പറയുമ്പോഴും കോർട്ട് പറയുന്നത് അവർക്ക് ആ മതത്തിൽ അതിന്റെ ആവശ്യമില്ലെന്നുള്ളത്. There was a question also, I think. പെറ്റീഷനിലും അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കോടതിയെ കോടതി പറയണമായിരുന്നു ഇറ്റ് ഇസ് നോട്ട് അവർ എന്നാണ് എൻ്റെ. പക്ഷേ കോടതി എന്തുമായിട്ട് നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. പക്ഷേ പൊളിറ്റിക്കൽ പാർട്ടീസ് ദേ ഷുഡ് ഹാവ് ഹാഡ് ദ മോറൽ കറേജ് ടു കം ഔട്ട് ആൻഡ് സേ ദിസ് ഇസ് നോട്ട് എ റിലീജിയസ് ഇഷ്യൂ, ദിസ് ഇസ് എൻ ഇഷ്യൂ ഓഫ് എ റൈറ്റ് ഓഫ് എവറി ഇൻഡിവിജ്വൽ. ഞാൻ എന്ത് ധരിക്കണം അല്ലെങ്കിൽ ഞാൻ ധരിക്കേണ്ട, ദാറ്റ് സ്റ്റുഡൻസ് റൈറ്റ്. അത് പറയാനുള്ള ധൈര്യം നമ്മുടെ പല പൊളിറ്റിക്കൽ പാർട്ടിയും കാണിക്കുന്ന ഒരു കാര്യം. ദേ തിങ്ക് ദാറ്റ് ഇഫ് ദേ സേ ദാറ്റ് ദേ വിൽ ബി പെയിന്റഡ് ആസ് ആന്റി ഹിന്ദു. Anti the majority community. That is, why is that? Because they are scared they lose the votes. Again, our primary reason is becoming winning election. That should not be. That is not the public service. Then you become an election machinery. Part of your main job is winning election. That's why you name yourself election party. But this is again and again what all this shows is we need a Mahatma Gandhi again. Difficult to because Gandhi never had a power. He never won the single election. Not a single election Mahatma Gandhi won, but he still he succeeded in what he was doing. Now I think our political parties will also. Karim, this is extraordinary time. Since 2014, India is going through something.
everything is being done to destroy India. So if our political parties, if they really love India, what they have to give up, set aside all this election ഇങ്ങനെയുള്ള ആവശ്യമുള്ള കാര്യങ്ങൾ ആവശ്യമില്ല ഇലക്ഷൻ ജയിക്കാന്നുള്ളതായിരിക്കരുത്. ഓരോ ദിവസവും they should fight. That is ഈ പൊളിറ്റിക്കൽ പാർട്ടികളെ കുറിച്ച് പറയുമ്പോഴും പിന്നെ പ്രതിപക്ഷത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ അരനൂറ്റാണ്ട് കാലം നമ്മളെ ഭരിച്ച ഒരു ദേശീയ പാർട്ടി തകർന്നടിഞ്ഞ ഒരു വർഷമായത്. ഇപ്പം ഒരുപാട് പ്രാദേശിക പാർട്ടികൾ ഉയർന്നു വരുമ്പോഴും ഈ 5 സംസ്ഥാനങ്ങളിലും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 5 സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ആ ഒരു രീതിയിൽ പരാജയപ്പെട്ടു പോയി. ഇനിയും കോൺഗ്രസ്സിന് എന്തായി പറയും വീഴ്ചകളിൽ നിന്ന് പഠിച്ച് മുന്നോട്ട് വരാനായിട്ടുള്ള ഒരു സമയം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? Again, I don't, first my answer is if anybody knows the answer, he'll get a Nobel Prize. So I don't know the answer. But that is a simple answer. The other thing is, see, Congress, by Congress I don't mean the party that's headquarters in Akbar Road. But Congress, it is an idea also. It's a beautiful idea. It's a wonderful idea. It's an idea. കൺട്രോൾ ഇല്ലാത്ത തമ്മിൽ തല്ലാൻ പറ്റുന്ന വാർത്തകൾ ലീക്ക് ചെയ്യുന്ന ഒരു കയോട്ടിക് ആയിട്ടുള്ള ഇറ്റ് ഈസ് എൻ ഐഡിയൽ ഡെമോക്രസിയിൽ അങ്ങനെ ഒരു പാർട്ടിയാണ് വേണ്ടത്. കാര്യം ഒരു ഓർഗനൈസ്ഡ് വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള പാർട്ടി ഇസ് നെവർ ഹെൽത്തി. ഉദാഹരണത്തിന് നമ്മൾ BJP, ഞാൻ ലെറ്റ്സ് ടേക്ക് BJP, ഓക്കെ, ആസ് എ പാർട്ടി. You imagine after 2014, when is the last time you have read a single political copy about the BJP? Think about it. All you have read is about either what Modi said or what Amit Shah said. As a political party, BJP as an organization or as an ideology, nothing is being written about it because nothing is happening there. You know, so I don't think that is healthy for democracy. Look at CPM. As an ideology, when is the last ideological debate that took? Only thing they debate, CPM is debating whether there should be pro-Congress, whether CPM and Congress is equidistant, same, they should be treated alike or not. But that is not ideal. That is just a political stand. Where by ideology, I mean, you have to ask whether something should be privatized, whether they should be happening in public. There's no clear position on any of this thing. In the education system, so many things are happening. Whether this is the way the states, education was always a free autonomous state subject in this country, but slowly central government is taking away every single right of the states. No, there's no debate, nothing. That's why Congress, I think Congress, it's an ideal political party in the way that there has to be a bit of chaos. There has to be that's part of life. You can't wish it away. So if Congress is illegal, I suppose some other party will take that space because there cannot be a vacuum in this country. ഇനി ഒരു ബദൽ പാർട്ടിക്ക് സാധ്യതയുണ്ടോ ഫാസിസത്തിനെതിരായിട്ട്? All India wise, I think without Congress, I think it will be Congress, whether we like it or because of the freedom struggle thing, they have an image and they have a national presence. Wherever every place, organizations, they know there are people there are, so it will be difficult to find an alternative for Congress. പക്ഷേ കോൺഗ്രസ് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് ഉള്ളിടത്തോളം മറ്റൊരു ബദലിന് സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. Yeah, I don't think Congress is standing in anybody's way. No, Congress. It is not that ഒരു mutually exclusive ആയിട്ടുള്ള ഇതാണെന്ന് തോന്നുന്നില്ല. കോൺഗ്രസ് ഉള്ളത് കൊണ്ട് മറ്റൊരാൾക്ക് വരാൻ. I don't think that. If people may laugh at me, but if you plainly ask me, I think Congress should become an NGO. Then suddenly you will think that Rahul Gandhi will become a good leader. Because Rahul Gandhi's problem is election ജയിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഇതാണ്. പക്ഷേ നമ്മളിപ്പോൾ അങ്ങനെയല്ല, തിരിച്ച് കോൺഗ്രസ് ഒരു NGO ആണെന്നുള്ള രീതിയിൽ ആലോചിച്ച് നോക്കും. Then suddenly everything changes. കാര്യം ഈ കോൺഗ്രസ് രാഹുൽ ഗാന്ധി has been raising all the right issues. He is saying everything right. കഴിഞ്ഞ 2 വർഷമായിട്ട് he has never said every single issue that we want. China കുറിച്ച് how many Indian politicians speak about? He correctly predicted that this is going to be a big problem. George Fernandez പറഞ്ഞ 2000 early 2000 പറഞ്ഞ ശേഷം it is Rahul Gandhi who first said it is going to be a problem. Because our real problem is not Pakistan, it's China. And the current government even scared to utter its name, no? China's name. And all issues, COVID also, Rahul Gandhi predicted correctly how it is going to affect it. And he suggested the solution also very early, but government implemented later. Much later, but closer to UP elections, and the government got the dividends. But Rahul had actually suggested that he should empower people. You know, part of it government accepted it without giving any credit to him. So if you consider Congress as an NGO, then it makes it much more effective. So that is what I said. If the Congress thinks that it cannot win elections, then don't focus on that. You focus on what you can do actually. You become a corrective force in the country. കോൺഗ്രസ് ഭരിച്ചിരുന്ന ആ ഒരു അരനൂറ്റാണ്ട് കാലത്തിന് ഇപ്പം BJP ഭരിച്ച ഈ ഒരു കഴിഞ്ഞൊരു 10 വർഷമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഇന്ത്യയിലേക്ക് വന്നിട്ടില്ല. അതിനെ ഏത് രീതിയിലാണ് വിലയിരുത്തുന്നത്? Definitely, there's no question about it. But it is, again, I'm saying,
the credit doesn't go to Congress. The credit goes to the people at that time. The നമ്മുടെ freedom independence കിട്ടി കഴിഞ്ഞിട്ടുള്ള that aspiration among the people, that dream കാര്യങ്ങൾ, and people went with Nehru at that time. So yeah, obviously Congress did play well, and there are a lot of things when we can criticize what went wrong at that time, but there's many things that we achieved. Looking back now, it was a very wonderful, we did very well till 2014. ഇപ്പം കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തെ ബംഗാളുമായിട്ട് ഒരുപാട് താരതമ്യം ചെയ്യുന്ന ഒരു സമയമാണ്. ഇപ്പോൾ കേരളയുമായി ബന്ധപ്പെട്ട്, കേരള പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേരളം ഒരു നന്ദിഗ്രാമമായി മാറുമെന്നാണ് എല്ലാവരും നിരീക്ഷകരും മറ്റും പറയുന്നത്. ഇപ്പം കേരളത്തിൽ തന്നെ വലിയ രീതിയിൽ സമരങ്ങൾ കേരളത്തിനെതിരെ ഉണ്ടാകുന്നു. കുടിയൊഴിപ്പിക്കപ്പെടുമെന്ന് ഭയന്ന് ആളുകൾ ആത്മഹത്യാ ഭീഷണി മുഴക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ബംഗാളിലൊരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ കേരളത്തിൽ നന്ദിഗ്രാം ആവർത്തിക്കപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ? നന്ദിഗ്രാം ആവർത്തിക്കണമെങ്കിൽ തോന്നുന്നില്ല. പക്ഷേ ഒരു വളരെ ഒരു കോമൺ ഫാക്ടർ ഐ ഫൈൻഡ് ഇറ്റ് വെരി, ഇറ്റ് ഷുഡ് വെറി ദ CPM. ഐ തിങ്ക് ഒന്ന്, അവിടെ ഇന്ന് നന്ദിഗ്രാമിൽ വേറൊരു ഫാക്ടർ എന്താ, ചെറുതായിട്ട് ഒരു മതപരമായിട്ടുള്ളൊരു ഇഷ്യൂ കൂടെ ഉണ്ടായിരുന്നു. അത് കൂടെ അല്ല, CPM ശരിക്കും വെറി ചെയ്യേണ്ട കാര്യം അവിടെ അത് നന്ദിഗ്രാം വന്ന സമയത്ത് ഒരു പ്രധാന സ്റ്റാൻഡ് ഔട്ട് ഫീച്ചർ എന്ന് പറഞ്ഞാൽ പല ഇടതുപക്ഷ അനുഭാവികളും അങ്ങോട്ട് they started echoing the opposition, you know. That suggested that Buddhadeva Patel was unable to convince his own friends, fellow travelers, അല്ലെങ്കിൽ കൂടെ sympathizers. So that's a very, I think in Kerala also that is happening. So CPM should be more worried about convincing their own people. I think പലരും നമ്മൾ CPM അല്ലെങ്കിൽ ഇടത് അനുഭാവികൾ എന്ന് കരുതപ്പെടുന്ന പലരും ഈ കേരളത്തിനെതിരെ സംസാരിക്കുന്നു എന്നുള്ള കാര്യം കൊണ്ട് people have doubts, so they should address this concerns. I am not saying Kerala is good or bad because I don't know enough of the subject, but the fact that people who we considered as left sympathizers, they are speaking against it means they are not convinced yet. So that means the opposition is much deep rooted than we think. അതുകൊണ്ട് നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പാടില്ല. They should address this concern. ഈ വ്യക്തത വരുത്തുന്ന കാര്യത്തിലേക്ക് വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബംഗാളിൽ ഒരുപാട് കാലം ഭരിച്ചിരുന്ന CPM എന്ന പാർട്ടിയിൽ നിന്നും ധാരാളം പേർ തൃണമൂലിലേക്ക് പോകുന്നു. ഒരു സുപ്രഭാതത്തിൽ വലിയ രീതിയിലൊരു പരാജയം CPM വരുന്നു. അപ്പോൾ താങ്കൾ തന്നെ മുന്നേ അഭിപ്രായപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്, ഇടത് ആശയങ്ങളെയും പ്രത്യാശയങ്ങളെയും ഒക്കെ പഠിപ്പിക്കാനും പ്രചരിപ്പിക്കുന്നതിനും ഒരു വീഴ്ച ബംഗാളിലെ CPM വന്നിട്ടുണ്ടെന്ന്. അത് കേരളത്തിലും സംഭവിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. അല്ല, ഇടത് ആശയങ്ങൾ എന്ന് അതിൽ എനിക്ക് തോന്നുന്നു ബംഗാളും കേരളത്തിലും വ്യത്യാസമുണ്ട്. ഇടത് ആശയങ്ങൾ ഇനിയോട് കേരളത്തിൽ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിനൊക്കെ നമുക്ക് എല്ലാവർക്കും ബംഗാളിലും ഇടത് ആശയങ്ങൾക്കുള്ളവരി ഈ 30 വർഷം ഇത് ഭരിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തോന്നുന്നു ആ പൾസ്, ജനങ്ങളുടെ പൾസ് അറിയാനുള്ള CPM ഒരു ഇത് ശക്തി നഷ്ടപ്പെട്ടു. അത് CPM മാത്രമല്ല, ഒരു പത്രം എന്ന രീതിയിൽ ഞങ്ങൾക്ക് ഞാനും 2009 വരെ വിചാരിച്ചില്ല ഇങ്ങനെ ഒരു വീഴ്ച. 2006 ഒരിക്കലും കിട്ടാത്ത ഭൂരിപക്ഷത്തോടെയാണ് CPM തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു ഉണ്ടാകും എന്ന് ഈ പൾസ് അറിയാൻ പറ്റാതെ പോയി. അപ്പം ഈ നന്ദിഗ്രാമും ഒരു കേരളമായിട്ടുള്ള ഒരു വ്യത്യാസം, നന്ദിഗ്രാമും സിംഗൂറും ഒരു ഉപരിപ്ലവമായ രീതിയിൽ ഒരു സർഫസ് ഏരിയയിൽ ആ ഡിസ്കണ്ടന്റ് കാണിച്ചു എന്നേ ഉള്ളൂ. ദ ഡിസ്കണ്ടന്റ് വാസ് റണ്ണിങ് മച്ച് ഡീപ്പർ. കേരളത്തിലേക്ക് അങ്ങനെ ഒരു ഡിസ്കണ്ടന്റ് ലെഫ്റ്റിനെതിരെ ഉണ്ടെന്ന് തോന്നില്ല. എങ്കിൽ തിരിച്ച് ഇലക്ഷൻ വരുമായിരുന്നില്ല. ദെയർ വാട്ട് വാസ് ഹിഡൻ ആൻഡ് വാട്ട് നൺ ഓഫ് us realized was such a deep discontent against left was already underlying, and then this gave an outlet. നന്ദിഗ്രാമും സിംഗൂറും അതിനൊരു പ്രശ്നക്കുറിൻ്റെ ഇത് ഊരിയതുപോലെയുള്ള ഒന്നുള്ള ഈ ഇത് പഠിപ്പിച്ചു കൊടുക്കേണ്ടെന്ന് പറയുന്ന ആ ഒരു കാരണം, അതായത് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോ അല്ലെങ്കിൽ ഇടതുപക്ഷ ആശയങ്ങളോ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നതുകൊണ്ടായിരിക്കണം സംഘപരിവാറിന് ഇപ്പോഴും സൗത്തിലേക്ക്, അല്ലേ? തീർച്ചയായിട്ടും ലെഫ്റ്റ് ആ ഒരു ഇത് നമ്മൾ DYFIക്കാരെയൊക്കെ പലപ്പോഴും ജേക്കിനെയൊക്കെ കളിയാക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്ന ഒരു വളരെ വ്യക്തമായ കാര്യമാണ്. ലെഫ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും കേരളത്തിൽ സംഘപരിവാരം റെസിസ്റ്റ് ചെയ്യാൻ കഴിയുന്നുള്ളൂ. അത് മാത്രമല്ല UP ലെഫ്റ്റ് ഇല്ലാത്തതിൻ്റെ അഭാവം തന്നെയാണ്. അത് തീർച്ചയാണ്, അതിന് സംശയമൊന്നുമില്ല. എന്തായാലും ഒരുപാട് സന്തോഷം ഞങ്ങളോടൊപ്പം കുറച്ച് സമയം ചെലവഴിച്ചതിന്. ഡൂൾ ടോക്കിൽ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു അതിഥിയുമായി കാണാം. നന്ദി.